അപ്പൊ ഈ ആങ്കറിങ് കണ്ടപ്പോഴാണ് ഫിലിമിലേക്ക് വിളിച്ചേ? അത് അവിടെ നിന്ന് വിളിച്ചതാ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആങ്കറിങ് വന്നു, നഴ്സിംഗ് പഠിച്ചു, അപ്പൊ ഫിലിമിലേക്ക് വരാന്നുണ്ടോ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് ഫീൽ ചെയ്ത്? അത് വിളിച്ച ആള് സലീമൊക്കെയാണ്. അതെ, അല്ല, എനിക്ക് പുള്ളി വിളിച്ച പുള്ളിയാണെന്ന് മനസ്സിലായില്ല. ഐ തോട്ട് സമ്മൺ വാസ് പ്രാങ്കിങ് മീ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, ഞാൻ സലീം മുഹമ്മദ് ആണ്, മമ്മൂട്ടിയുടെ ഇന്ന സിനിമയിലേക്ക് താങ്കളെ ഇത് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഇവിടെ ഈ ഫ്ലോറിൽ ആരോ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഷോയുടെ ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓഹോ ആക്കിട്ടൊക്കെ ആഹാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കാം. കുറെ കഴിഞ്ഞ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറച്ച് പാനിക്കായി. സാർ, നിങ്ങൾ ഈ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സലീം മുഹമ്മദ്? അതെ, അത് ഞാനാണ്. എവിടെയാണ് സാർ വരേണ്ടത്, എങ്ങോട്ടാണ് സാർ വരേണ്ടത്? പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി, സ്ക്രീൻ ടെസ്റ്റിനൊക്കെ വിളിച്ച് അതിങ്ങനെ ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ച്. പിന്നെ നമുക്കൊക്കെ കണ്ട് ഓക്കെ ആയിട്ടാണ് അവര് ലാസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് സലീം ഖാൻ അടുത്ത് പറഞ്ഞു, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സിനിമ. ഭയങ്കര പറച്ചിലാണ്, ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള എൻട്രി ആണ്. ശരിക്കും നമുക്ക് ഫിലിമിലേക്ക് ചാൻസ് വന്നപ്പോഴേ ജുവലിന്റെ മനസ്സിൽ എന്തായിരുന്നു? ആസ് ആൻ ആക്ട്രസ് ആണോ അതോ ഒരു സെലിബ്രിറ്റി ആണോ? ഒരു സാധനമില്ല. അത് നമുക്ക് ഇങ്ങനെ ആസ് എ കോളേജ് ഗേൾ നമ്മളിപ്പോ ഫിലിമിൽ അഭിനയിക്കുന്നു, ഞാൻ കോളേജ് കഴിഞ്ഞ വേൾഡ് അങ്ങനെയൊക്കെ ചിന്തിച്ചോ? ചേച്ചി, എനിക്ക് അങ്ങനത്തെ ഒരു, അതായത് എന്തിന്റെങ്കിലും ഒരു, ഐ ഡോണ്ട് ഇവാലുവേറ്റ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങുന്നു, അത് ചെയ്യുന്നു, അത് കഴിയുന്നു, ദാറ്റ്സ് ഓവർ, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓക്കെ, അത് നമ്മുടെ പെർസ്പെക്ടീവ്. പക്ഷെ നാട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് അല്ലേ, അപ്പൊ അവരുടെ പെർസ്പെക്ടീവ് നോക്കുമ്പോഴത്തേക്ക് അഫ്കോഴ്സ് യു ആർ ആൻ ആക്ട്രസ്, ആ ഒരു സെലിബ്രിറ്റി ആണ്, ഫെയിം ആണ്, ഗുഡ് ലുക്കിംഗ് ഗേൾ. അപ്പൊ അതൊക്കെ എങ്ങനെയാ അത് കണ്ടതപ്പോ? അതിന് മുന്നേ ഡീഫ ഡാൻസിന്റെ സമയത്ത് എനിക്കിത് ഉണ്ട്. ഞാൻ ഓൾറെഡി ഐ വാസ് ലൈക്ക് എവറിബഡീസ് ഫാമിലി ഗേൾ ആയിരുന്നു, ഞാൻ ഗേൾ നെക്സ്റ്റ് ഡോർ പരിപാടിയായിരുന്നു. അപ്പോ ഭയങ്കര സ്നേഹം ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട് മനുഷ്യരുടെ അടുത്ത് നിന്ന്. ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹം. കറക്റ്റ്. പക്ഷെ ആ സമയത്ത് ജുവൽ ഇറങ്ങിയ സമയത്ത് ബേസിക്കലി ടോക്കില്ലായിരുന്നു. ജുവലിന് ഭയങ്കരമായിട്ട് മീന ചേച്ചിയായിട്ട് ഭയങ്കര ഇപ്പൊ പറയുന്നു. ശരിക്കും കമ്പയർ ചെയ്യുന്നത് ഒരു വലിയൊരു ആക്ട്രസുമായിട്ടാണ്. ഡു യു ഫീൽ എനി റെസ്പോൺസിബിലിറ്റി ഫോർ യു ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു? ഞാൻ ബട്ട് സ്റ്റിൽ ചെയ്ത ഫസ്റ്റ് ഫിലിം വിത്ത് മമ്മൂക്ക, അപ്പൊ ആ ഒരു ചെറിയ ക്യാരക്ടർ അല്ല ചെയ്ത, യു ഡിഡ് എ വെരി ഹെവി ക്യാരക്ടർ. പിന്നെ കമ്പാരിസൺ വരുന്ന മീന ചേച്ചിയായിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പടങ്ങൾ യു ഷുഡ് ബി വെരി കോൺഷ്യസ്. ഇത്രയൊക്കെ ചിന്തിക്കാൻ നമുക്ക് ബോധം വേണം. എന്നെ പോലെ ആയിരുന്നല്ലേ? ഐ വാസ് കംപ്ലീറ്റ് ക്രാക്ക്. അത് കഴിഞ്ഞു. അടുത്ത പരിപാടി, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും. അതിനെപ്പറ്റി ഗൂഢമായി ചിന്തിക്കല് പരിപാടികളൊന്നുമില്ല. ഞാൻ വേറെ പല വലിയ വലിയ വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാറുള്ളൂ. ഇതൊന്നും എന്റെ തലയിൽ കൂടെ ഓർത്തില്ല. ആക്ച്വലി ജുവലിനെ സംബന്ധിച്ച് എന്താണ് ഈ വലിയ വലിയ വിഷയം? അങ്ങനെയൊന്നുമില്ല, ജീവിതത്തെ കുറിച്ച്. അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്ടീവ്, എങ്ങനെയാണ് ആ ജീവിതം, എങ്ങനത്തെ ജീവിതം ജീവിക്കാനാണ് വിച്ച് യു ഫീൽ മോർ കംഫർട്ട്? യുവർ ഓൺ ആർഗ്യുമെന്റ്സ് അല്ലേ? യുവർ പെർസ്പെക്ടീവ്സ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇഫ് സംബഡി സേസ് യു ആർഗ്യൂ വിത്ത് ദം, യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ, എല്ലാം ഉണ്ട്. അപ്പം ഒരു പേഴ്സണ് എന്റെ ജീവിതം ഇതായിരിക്കണം, ആ രീതി ഇങ്ങനെ ആയിരിക്കും, ഐ ഫീൽ മോർ കംഫർട്ട്. അങ്ങനത്തെ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിഫൈൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ ഡിഫൈൻ ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ്. ഫോർ മീ, ഐ എം എൻ ഒബ്സർവർ ഓർ എ പേഴ്സൺ ഹു ഈസ് എക്സ്പീരിയൻസിങ് ഇറ്റ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം സംഭവിക്കുന്നത്. അപ്പൊ ആ ഒബ്സർവറിന്റെ മൈൻഡ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മൈൻഡാ. നമ്മളിതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, കാണുന്നു, പഠിക്കുന്നു. അതല്ലാണ്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കഷ്ടത്തോടെ എടുക്കുന്നില്ല. അതിനിങ്ങനെ നമ്മള് വിട്ടോണ്ടിരിക്കുവാണല്ലോ. അത്രേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ? ഓക്കെ, ജുവലിന് എപ്പോഴും സെലിബ്രിറ്റി അല്ലേ, നമുക്കൊരു ഫെയിം, ഇതിനെയൊക്കെ എങ്ങനത്തെ കാഴ്ചപ്പാടിലാണ് നമ്മൾ നാളെ പോയി ഞാൻ ചെയ്യുന്നു, ആ പാത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറയരുത്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ദ ലവ് ബിഹൈൻഡ് ഇറ്റ്. നമ്മളെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹം, അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാം അവര് നമുക്ക് തരുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, സ്നേഹം, ഗിഫ്റ്റുകള്, ഉമ്മകൾ, ഇതൊക്കെ അടിപൊളിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ബിക്കോസ് അങ്ങനെ എന്നെ ഒരു ബോക്സിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതെന്തൊരു കുഞ്ഞു ബോക്സ് ആണ്. നമുക്ക് നമ്മുടെ അവരുടെ കൂടെ ജീവിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുക. കറക്റ്റ്. അത് ഭയങ്കര നല്ലതാ. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ സെലിബ്രിറ്റി അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ദിസ് ഒരു വേ ആണ്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. നമ്മൾ നല്ലതും ഉണ്ട്, ചീത്തയും പറയും. ആൻഡ് ഹൗ യു അപ്രോച്ച് ദ ചീത്ത വേ, നെഗറ്റീവ് വേ?
their definition will never define me എന്നുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അവരുടെ അഭിപ്രായം, അവരുടെ ഹെഡ് സ്പേസ്, അവരുടെ എക്സ്പീരിയൻസ്, ഇപ്പം അത് വളരെ പൊട്ട അഭിപ്രായമാണ്, അത് അവരുടെ ചെറിയ ബുദ്ധിയാണ്. എനിക്ക് അവരുടെ എമ്പത്തിയാണ്. സാരില്ല, അത്ര ബുദ്ധിയുള്ളൂ, പോട്ടെ, വിട്ടുകളയാ. ഇപ്പം അയാൾ മണ്ടനാണെന്നുള്ളത് എന്നെ ബാധിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചിന്തിക്കേണ്ടത് ആ മണ്ടത്തരത്തിൽ ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ആൾക്കാരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും കുറച്ച് ബുദ്ധി വെക്കുന്നുണ്ടോ എന്നൊരു സംശയം. തമ്പുരാനെ അപ്പൊ ഞാൻ മന്ദബുദ്ധി അല്ല, ബട്ട് സ്റ്റിൽ അല്ലേ, ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ് അല്ലേ? അവരുടെ കാഴ്ചപ്പാടോ ഒപ്പീനിയനോ ഒന്നും അല്ല. ദാറ്റ് ഡസന്റ് ഡിഫൈൻ മീ. ബേസിക്കലി പക്ഷെ ചെറുപ്പം മുതലേ എസ്പെഷ്യലി ഗേൾസ് ഭയങ്കര കണ്ടീഷൻഡ് ആവുന്നുണ്ട്. സൊസൈറ്റിയിലാണെങ്കിലും വീടുകളിലായാലും ഒക്കെ ഒരു ബോക്സിനകത്തേക്ക് അത് ജനിക്കുമ്പോൾ തുടങ്ങി അതിനെ ഇങ്ങനെ ഇട്ട് വളർത്തിക്കോളും. ഇങ്ങനെ ആയിരിക്കണം, ഈ നല്ല കുട്ടിയായിരിക്കണം, പറഞ്ഞ അനുസരിക്കണം. വേഴ്സ്റ്റ് അഡ്വൈസ് യു കുഡ് ഗിവ് എനി വൺ. പറഞ്ഞ അനുസരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കരുതെന്നാണ് പഠിപ്പിക്കണത്. ചിന്തിക്കണമെങ്കിൽ പാടുണ്ട്, പണിയുണ്ട്, മെനക്കേടുണ്ട്. അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാണ്. സത്യം. അതിൽ നമ്മളൊരു മെക്കാനിക്കൽ ലൈഫാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ബട്ട് ടു ബി എ പേഴ്സൺ, നോട്ട് ജസ്റ്റ് എ വുമൻ, ടു ബി എ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് അതോറിറ്റി, ചിന്തിക്കാനായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ശീലിക്കണം. അത് മെനക്കേടാ, പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യും. Ali's Kitchen. Let's cook with love.